നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം പഞ്ചായത്തിലെ കോടന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. NBH സർട്ടിഫിക്കേഷൻ അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പൂരത്തിന്റെ ഭാഗമായ ശുദ്ധികലശം തുടങ്ങി. തന്ത്രിമാർ കർമ്മികളായി. ഈ മാസം 16 വരെ ശുദ്ധികർമ്മങ്ങൾ നടക്കും. കുർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കണിമംഗലത്ത് പണിത താൽക്കാലിക ബണ്ട് എന്ന് പൊളിക്കാനാകും എന്നതിൽ അനിശ്ചിതത്വം നീളുന്നു. വാർത്തകൾ വിശദമായി. പാറളം പഞ്ചായത്തിലെ കോടന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. NBH സർട്ടിഫിക്കേഷൻ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. അംഗീകാരത്തിന് പുറത്ത് നമുക്ക് കിട്ടുന്ന ഈ സേവനങ്ങൾ ഇനിയും നമുക്ക് പാലിയേറ്റീവ് സെക്ഷൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് ഓരോ സെക്ഷനിലുള്ള ആളുകൾ വരികയും അതോടൊപ്പം നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ സേവനം നൽകാൻ നമുക്ക് സാധിക്കും. ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ യോഗ ക്ലാസ് നമ്മളെ സ്വപ്ന ഡോക്ടറുള്ള സമയത്ത് നമുക്ക് ഈ യോഗ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഈ യോഗ ക്ലാസ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ വാർഡിലും ഇറങ്ങിച്ചെന്ന് തന്നെയാണ് മാഷ് ഈ യോഗ ക്ലാസ് കേന്ദ്രീകരിച്ച് എല്ലാ വിഭാഗത്തിൽ നിന്ന് ആളുകളെ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ടാവാം. അതിപ്പോൾ ഡോക്ടറായാലും യോഗഭാഷനായാലും ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതുകൊണ്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായി. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് വളരെ അവരുടെ പ്രയത്നങ്ങൾ മുഴുവനും വളരെയധികം കഠിനമായ പ്രയത്നം തന്നെ ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരത്തിൽ സ്വപ്ന ഡോക്ടറെ ഈ അവസരത്തിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന നമ്മുടെ കവിത ഡോക്ടറെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ ആ ഡോക്ടർ ഫോളോ ചെയ്ത ബാലൻസ് വെച്ച ബാക്കിയുള്ള പ്രവൃത്തികൾ കൂടി ഭംഗിയായി ചെയ്തുകൊണ്ട് നമുക്ക് ഈ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ, ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, അംഗങ്ങളായ മിനി വിനയൻ, KK മണി, PK ലിജീവ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VN കവിത എന്നിവർ സംസാരിച്ചു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. KK കൊച്ചുമുഹമ്മദ്, MK അബ്ദുൾ സലാം, CN ഗോവിന്ദൻകുട്ടി, സുജിഷ കള്ളിയത്ത്, CK വിനോദ്, സിജോ ജോർജ്, അബ്ദുൾ മജീദ് മുത്തുളിയാൽ, CK ഭരതൻ, KK രാമൻ, രാമചന്ദ്രൻ, KM സുജിത് കുമാർ, PH ഉമ്മർ കരീം, CM ജോൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചട്ടങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ഒന്നിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിക്കുന്നത്. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പൂരത്തിന്റെ ഭാഗമായ ശുദ്ധികലശം തുടങ്ങി. തന്ത്രിമാർ കർമ്മികളായി. ഈ മാസം 16 വരെ ശുദ്ധികർമ്മങ്ങൾ നടക്കും. ബുധനാഴ്ച ചതുശുദ്ധി, ധാര, കുണ്ടശുദ്ധി,
വ്യാഴാഴ്ച പ്രായശ്ചിത്ത ഹോമം, ശാന്തി ഹോമം, പഞ്ചഗവ്യം, പഞ്ചകം എന്നിവ നടക്കും. 15-ന് തത്വഹോമം, തത്വകലശപൂജ, വലിയ പാണി, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശപൂജ, കർക്കരി, കുംഭേശ കലശപൂജ, പരികലശപൂജ, അധിവാസ ഹോമം. 16-ന് അധിവാസം വിടർത്തി പൂജ, പരികലശപൂജ, 108 പരികലശം, വലിയ പാണി, സ്വർണ്ണകുടത്തിൽ ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടക്കും. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കണിമംഗലത്ത് പണിത താൽക്കാലിക ബണ്ട് എന്ന് പൊളിക്കാനാകും എന്നതിൽ അനിശ്ചിതത്വം നീളുന്നു. പാലം പണിക്കായി പണിത താൽക്കാലിക ബണ്ട് റോഡ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയിട്ട് 20 മാസം പിന്നിട്ടു. കൃഷിയെ ബാധിക്കുന്നതിനു പുറമെ വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്ന ഭീഷണിയുമുണ്ട്. കൂടാതെ അവനിശ്ശേരി പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലത്തിനു മുൻപ് ബണ്ട് റോഡ് പൊളിച്ചു നീക്കാൻ കർഷകരും നാട്ടുകാരും ആവശ്യപ്പെട്ടതാണ്. അവനിശ്ശേരി പഞ്ചായത്തിന്റെ 1ഉം 2ഉം വാർഡുകളിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകും. കൃഷിക്ക് കൃത്യസമയത്ത് വെള്ളം എത്തിക്കാനും ഒഴിവാക്കാനും ഇതുമൂലം സാധിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് കർഷകർക്ക്. കണിമംഗലം പാലത്തിന്റെ പണി പൂർത്തിയായ ശേഷമേ ബണ്ട് പൊളിച്ചു മാറ്റൂ എന്ന നിലപാടാണ് നിർമ്മാണ കമ്പനിക്ക്. പാലത്തിന്റെ അനുബന്ധ റോഡിന്റെ വശങ്ങളിൽ പണികൾ നടക്കുന്നുണ്ട്. 5 മീറ്റർ ഉയരത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണം. പാലത്തിന്റെ തെക്കേ ഭാഗത്താണ് നിലവിൽ പണികൾ നടക്കുന്നത്. പാലത്തിന് സമീപം ചിയ്യാറത്തേക്ക് പോകുന്ന റോഡിലെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ ആ ഭാഗത്ത് നിലവിൽ പണികൾ നടത്തിയിട്ടില്ല. പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും 2 വശവും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം പാലത്തിന് മുകളിൽ മാസ്റ്റിക് അസ്ഫാൾട്ട് വിരിക്കും. ശേഷം ബിറ്റുമിനസ് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ പാലത്തിന് ഈട് ലഭിക്കുകയുള്ളൂ. ഭാരവാഹനങ്ങൾ പോകുമ്പോൾ വിറയ്ക്കുന്ന രീതിയിലുള്ള ചലനമുണ്ടായാൽ പാലം കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് മാസ്റ്റിക് അസ്ഫാൾട്ട് വിരിക്കുന്നത്. ചെന്നൈയിലെ കമ്പനിയാണ് മാസ്റ്റിക് അസ്ഫാൾട്ട് പണികൾ ചെയ്യുന്നത്. സർക്കാർ പണം നൽകാത്തതിനാൽ പണികൾ ഇടയ്ക്ക് നിലയ്ക്കുന്ന സാഹചര്യത്തിൽ പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണവും വൈകാനിടയുണ്ട്. റോഡ് പണി വൈകിയാൽ ബണ്ട് റോഡ് പൊളിച്ചു നീക്കലും പാളും. പുത്തൂർ പാലത്തിന് സമീപം ഇളംതുരുത്തി റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡിൽ കുടിവെള്ളം പാഴായി പോകാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. പുത്തൂർ വെട്ടുകാട് ചെറുകുന്ന് ഭാഗങ്ങളിലേക്ക് പോകുന്ന കുടിവെള്ള വിതരണ പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിലാണ് വെള്ളം പാഴായി പോകുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരോട് പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. പൂച്ചണിപ്പാടം ടീം എംപവർ ഫിറ്റ്നസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മിസ്റ്റർ ചേർപ്പ് എംപവർ ക്ലാസിക് മത്സരത്തിന്റെ ലോഗോ പ്രകാശനവും ട്രോഫി ലോഞ്ചിങ്ങും നടന്നു. തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി A.A. കുമാരൻ ട്രോഫി ലോഞ്ചിങ്ങും TDBBA വൈസ് പ്രസിഡന്റ് സന്ദീപ് സഹദേവൻ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. മിസ്റ്റർ ചേർപ്പ് ചീഫ് കോർഡിനേറ്റർ ഫെമിൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സാജൻ മാധവൻ, ജനറൽ സെക്രട്ടറി N. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. പ്രമുഖ സംഗീതജ്ഞനും ഗിറ്റാർ വാദകനുമായ ആറ്റ്ലി ഡിക്കൂഞ്ഞ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പതിറ്റാണ്ടിലേറെ കാലം ഗാനമേള രംഗത്ത് തൃശൂരിന്റെ തരംഗം സൃഷ്ടിച്ച കലാകാരൻ കൂടിയായിരുന്നു ആറ്റ്ലി. ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ എന്നിവരുടെ ഓർക്കസ്ട്രയിൽ ലീഡ് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ഒട്ടേറെ ഗാനങ്ങളുടെ സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററുടെ ഗാനമേളകൾക്ക് ഓർക്കസ്ട്ര ആറ്റ്ലിയുടേതായിരുന്നു. ഒരിക്കലും മായാത്ത തൃശൂരിന്റെ സംഗീത സാന്നിധ്യമായിരുന്ന ആറ്റ്ലിയാണ് സംഗീത സംവിധായകരായ ജോൺസൺ, ഔസേപ്പച്ചൻ അടക്കമുള്ളവരെ സംഗീത മേഖലയിലേക്ക് കൊണ്ടുവന്നത്. തൃശൂരിൽ നിന്നും ആരംഭിച്ച 4 പ്രധാന ഗാനമേള ട്രൂപ്പുകളുടെ സ്ഥാപകനായ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനമേള ട്രൂപ്പാണ് വോയിസ് ഓഫ് തൃശൂർ. ഹൃദയ സംബന്ധമായ അസുഖം മൂലം കഴിഞ്ഞിരുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വൈകിട്ട് അമല ആശുപത്രിയിലായിരുന്നു മരണപ്പെട്ടത്. കഴിഞ്ഞ 4 വർഷമായി അഞ്ചേരി എലിസ്റ്റർ ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ച ഇദ്ദേഹം സ്വയം പഠനത്തിലൂടെയാണ് സംഗീത ലോകത്തെ വിസ്മയങ്ങൾ രചിച്ചത്. ആകാശവാണി, ദൂരദർശൻ ആർട്ടിസ്റ്റായിരുന്നു. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഭൗതികദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. റിട്ടയർഡ് അധ്യാപിക ഫെൽസിയാണ് ഭാര്യ. ആറ്റ്ഫിൽ റിച്ചാർഡ് ഡിക്കൂഞ്ഞ, മേരി ഷൈഫൽ റോഡ്രിഗസ് എന്നിവർ മക്കളും ട്രീസ എവലിൻ ഡിക്കൂഞ്ഞ, സ്റ്റീഫൻ മെൽവിൻ റോഡ്രിഗസ് എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം നടത്തി. കർഷകർക്കും നാട്ടുകാർക്കും ആശ്വാസമായി മണലിപ്പുഴയിൽ വെള്ളമെത്തി. ഓടൻചിറ റെഗുലേറ്റർ ഭാഗത്ത് വെള്ളം ഉയർന്നതിനാൽ തൈക്കാട്ടുശ്ശേരി വരെ 4 കിലോമീറ്റർ ദൂരമുള്ള തോട്ടിലും വെള്ളം നിറഞ്ഞു. 200 ഏക്കർ സ്ഥലത്തെ കതിരുവന്ന നെൽകൃഷിയും കുലച്ച ആയിരക്കണക്കിന് നേന്ത്രവാഴയും വെള്ളമില്ലാതെ നശിക്കുന്ന അവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി.
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ പ്രവർത്തിച്ചു തുടങ്ങി. കൃഷിക്ക് പുറമെ വല്ലച്ചിറ പഞ്ചായത്തിലെ 1000-ലധികം വീടുകളിലെ കിണറുകളിൽ വെള്ളമെത്താൻ ഇത് സഹായകമാകും. ചാത്തകുളം, വല്ലച്ചിറ, ചെറുശ്ശേരി, പിടിക്കപ്പറമ്പ്, മോസ്കോ നഗർ എന്നീ പ്രദേശങ്ങളിലെ 1000-ഓളം വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് ഈ വെള്ളമാണ് ആശ്രയം. ഓടഞ്ചിറ റെഗുലേറ്റർ മണലിപ്പുഴയിലെ താഴ്ന്ന പ്രദേശത്ത് ആയിട്ടും റെഗുലേറ്റർ ചോരുന്നത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ മുടക്കി ഈയിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും അല്പം പോലും വെള്ളം തടയാൻ കഴിയുന്നില്ല. പീച്ചിയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത്. കൈനൂർ, പുലാക്കാട്ടുകര ഷട്ടറുകൾ അടച്ചാൽ ഈ ഭാഗത്തേക്കുള്ള ഒഴുക്ക് നിൽക്കും. ഇത് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഓടഞ്ചിറ റെഗുലേറ്ററിനടുത്ത് നിന്ന് തൈക്കാട്ടുശ്ശേരിയിലേക്ക് പോകുന്ന തോട് ചിമ്മിനി ഡാമിലെ വെള്ളമെത്തുന്ന ഭാഗത്തേക്ക് പോകുന്നത് തടയാൻ നിർമ്മിച്ച കഴ കാലപ്പഴക്കം വന്ന് നശിച്ചതുമൂലം ചോർച്ച അടയ്ക്കാൻ കഴിയുന്നില്ല. ഇതിനാൽ പുഴയിലേക്ക് തന്നെ വെള്ളം തിരിച്ചൊഴുകുന്നതും തോട്ടിലെ വെള്ളം വറ്റാൻ കാരണമാകും. ഓടഞ്ചിറ റെഗുലേറ്ററിന്റെ ചോർച്ച ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ബസ് തട്ടി പെട്ടിയോട്ടോ പാടത്തേക്ക് മറിഞ്ഞു. പെട്ടിയോട്ടോയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കിഴക്കഞ്ചേരി പൊന്നാത്ത് വീട്ടിൽ 49 വയസ്സുള്ള മോഹനനും മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത്. മോഹനൻ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാളുടെ തുടയെല്ലും ഒരാളുടെ വാരിയെല്ലും ഒടിഞ്ഞു. തൃശൂരിൽ നിന്നും വിവിധ പഴങ്ങൾ നിറച്ചു വരികയായിരുന്ന പെട്ടിയോട്ടോയെ പിന്നിൽ നിന്നും വന്ന MS മേനോൻ ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പഴങ്ങൾ റോഡിലും മറ്റും ചിതറി വീണു. ബസ് നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരിമ്പൂരിലെ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രചനകൾ പുസ്തക രൂപത്തിലാക്കി തുമ്പപ്പൂ പത്രിക പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് തുമ്പപ്പൂവിന്റെ അണിയറ പ്രവർത്തകർ. 40ഓളം കുട്ടികളുടെ ഭാവനയിൽ വിടർന്ന കഥകളും കവിതകളും കൊണ്ട് മികച്ച വായനാ അനുഭവമാണ് തുമ്പപ്പൂ സമ്മാനിക്കുന്നത്. 2007 ആദ്യമായി തുമ്പപ്പൂ എന്ന വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയുള്ള പത്രിക അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ആദ്യമായി പുറത്തിറങ്ങുന്നത്. ആദ്യ വർഷം 3 ലക്കം വരെ പുറത്തിറങ്ങിയ തുമ്പപ്പൂ കോവിഡിന് ശേഷം വർഷത്തിലൊരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത്. തുമ്പപ്പൂവിന്റെ 28ാമത് ലക്കമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കഥ, കവിത, ചിത്രരചന, യാത്രാവിവരണം, പുസ്തക നിരൂപണം, ശാസ്ത്രലേഖനങ്ങൾ എന്നിവ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. ഓരോ പുസ്തകവും പുറത്തിറങ്ങുന്നതിനു മുൻപും ദീർഘമായ പരിശ്രമങ്ങളുണ്ട്. വിദ്യാലയത്തിൽ വെച്ച് 2 തവണയെങ്കിലും കുട്ടികൾക്കായി എഴുത്ത് ശില്പശാലകൾ ആദ്യം സംഘടിപ്പിക്കും. ഇതിൽ നിന്ന് മികച്ച രചനകൾ നടത്തുന്നവരെ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കുട്ടികളും അധ്യാപകരും ചേർന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകും. ഇത്തവണത്തെ തുമ്പപ്പൂ എഡിറ്റർ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥിയായിരുന്നു. കുട്ടികളുടെ ഭാവനയും സർഗാത്മകതയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും എന്നും നമ്മുടെ തുമ്പപ്പൂ മുന്നിൽ തന്നെയാണ്. മറ്റൊരു സ്കൂളിലും ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനമില്ല എന്നത് നമ്മുടെ വിദ്യാലയത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട്. 28ാമത്തെ ലക്കം 2007 മുതൽ 2024 28ാം ലക്കം വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ട്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള 40ഓളം കുട്ടികളുടെ സൃഷ്ടികളാണ് ഇത്തവണ പുസ്തകത്തിലുള്ളത്. അച്ചടിക്കാനും മറ്റുമുള്ള സാമ്പത്തിക സഹായം അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകി വരുന്നത്. മുൻലക്കങ്ങളിലെ തെരഞ്ഞെടുത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച തുമ്പപ്പൂക്കൾ എന്ന മറ്റൊരു പുസ്തകവും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുമ്പപ്പൂ പത്രികയുടെ പ്രകാശനം കവി ഡോക്ടർ C. രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ നിർവഹിച്ചു. പ്രധാനാധ്യാപിക PV ഗിരിജ, അധ്യാപകരായ ശുഭം, ഷൈജു, അന്നു പോൾ, സുനിത, ബിന്ദു, അനു, മീന തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ ധർണ നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ധർണ നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി നസീഹ് ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മതവ്യക്തത വേണമെന്ന് ആഗ്രഹിക്കുന്ന സമുദായങ്ങൾ, സമൂഹങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് തെരുവോരങ്ങളിൽ നിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ, 1915 രൂപം കൊണ്ട ഇവിടുത്തെ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളും അതിനുശേഷം ഇവിടെ രൂപപ്പെട്ട RSS എന്ന് പറയുന്ന സംഘടനയുമൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ പിറന്ന സംഘടനയാണെങ്കിൽ പോലും അവരൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് അർപ്പിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരാകെ അർപ്പിച്ചിട്ടുള്ളത് ഒന്നേയുള്ളൂ. അവരിവിടുത്തെ ബ്രിട്ടീഷ് രാജുണ്ടല്ലോ, ആ ബ്രിട്ടീഷ് രാജിന്റെ അധികാരികളുടെ മുമ്പിൽ പാദസേവ ചെയ്തുകൊണ്ട് അവരുടെ ശൂനക്കികളായിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ അവർക്ക് പറയുവാൻ. നാട്ടിക മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി റഹീം നാട്ടിക, ട്രഷറർ റംല റഹ്മാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ
എന്നിവർ നേതൃത്വം നൽകി. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ LDF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നാട്ടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാർ പോളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ LDF നേതാക്കളായ TR രമേഷ് കുമാർ, MA ഹാരിസ് ബാബു, KP സന്ദീപ്, KM ജയദേവൻ, ഷീല വിജയകുമാർ, CR മുരളീധരൻ, KR സീത എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്ര ചുറ്റമ്പല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മഹാഗണപതി ഹോമത്തിന് ശേഷം ത്രികാല ഭഗവതി സേവ, ആചാര്യവരണം, മഹാമൃത്യുഞ്ജയ ഹോമം, പ്രസാദ പരിഗ്രഹം തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി, മേൽശാന്തി യാദവ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചുറ്റമ്പല സമർപ്പണ ചടങ്ങിന് തുടക്കമായി. ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കാനെത്തിയ പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കരെ ക്ഷേത്രത്തിനു മുൻപിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. പൂത്താലങ്ങളോടെയും വാദ്യമേളത്തോടെയും ഭക്തർ അദ്ദേഹത്തെ വരവേറ്റു. തുടർന്ന് ഭഗവതിക്ക് നൽകിയ അദ്ദേഹം ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ചു. തുടക്ക സമയത്ത് തന്നെ ഇതിന്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിക്കുകയും 2 വർഷത്തിനകം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനത്തിൻ്റെ കാഠിന്യം എനിക്ക് മനസ്സിലാവും. കുടുംബക്ഷേത്രമായിരുന്നിട്ട് പോലും ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ വിശേഷങ്ങളോടും കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടും ചിട്ടയോടും കൂടി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഒരിടത്തും ഒരു പാകപ്പുഴ വരാതെ ഞാൻ ശ്രദ്ധിച്ചു. പണികളിലൊക്കെ ആരിക്കരി കുടുംബത്തിൻ്റെ ഒരു പുനരുദ്ധാരണം കൂടിയായിട്ട് ഞാൻ വിശ്വസിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവുന്ന ശ്രേയസിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുക. പലപ്പോഴും നമ്മളത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AS പത്മപ്രഭ അധ്യക്ഷനായി. AM പ്രേംഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി PK ഹരിഹരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EV ധർമ്മൻ, AS ദേവദാസ്, ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി എന്നിവർ സംസാരിച്ചു. ഈ മാസം 17-ന് ഉപദേവന്മാരായ ഗണപതിയുടെയും അയ്യപ്പന്റെയും പുനഃപ്രതിഷ്ഠയും ഈ മാസം 20-ന് ക്ഷേത്രോത്സവവും പ്രതിഷ്ഠാ ദിനവും നടക്കും. 1 കോടിയോളം രൂപയാണ് ചുറ്റമ്പല നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. ചേർപ്പ് തായകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ഈ മാസം 15-ന് ആഘോഷിക്കും. രാവിലെ 10-ന് വിവിധ ദ്രവ്യങ്ങളാൽ അഭിഷേകം, 11-ന് അന്നദാനം, വൈകിട്ട് നിറമാല എന്നിവയുണ്ടാകും. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട് ഈ മാസം 15-ന് നടക്കും. 15-ന് വൈകിട്ട് 5-ന് എണ്ണ സമർപ്പണം, ചുറ്റുവിളക്ക്, തന്ത്രി കരോളിൽ എളമണ്ണ് ആര്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിക്കൽ പൂജ, കൊടിയേറ്റം, പുറത്തേക്കെഴുന്നള്ളിപ്പ്, പെരുവനം ശങ്കരൻ നാരായണൻ മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരിമേളം, രാത്രി 9-ന് ആറാട്ട് എന്നിവ നടക്കും. വല്ലച്ചിറ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഓംബുഡ്സ്മാൻ 15-ന് രാവിലെ 11-ന് വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സിറ്റിംഗ് നടത്തും. ചേർപ്പ് കബഡി അക്കാദമി ഏപ്രിൽ 3 മുതൽ ചേർപ്പ് CNN സ്കൂളിൽ വേനലവധിക്കാല കബഡി പരിശീലന ക്യാമ്പ് നടത്തും. 10 വയസ്സ് തികഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പരിശീലനം. വിവരങ്ങൾക്ക് 9061659086 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തായകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി 30 വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 10-ന് വിവിധ ദ്രവ്യങ്ങളാൽ അഭിഷേകം, 11-ന് അന്നദാനം, വൈകിട്ട് നിറമാല എന്നിവയുണ്ടാകും. മുള്ളക്കര വെട്ടിയാട്ടിൽ പമ്പാവാസൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വടൂക്കരയിൽ.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6035 രൂപ, പവന് 48,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറളം പഞ്ചായത്തിലെ കോടന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. NBH സർട്ടിഫിക്കേഷൻ അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ UDF ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പൂരത്തിന്റെ ഭാഗമായ ശുദ്ധികലശം തുടങ്ങി. തന്ത്രിമാർ കർമ്മികളായി. ഈ മാസം 16 വരെ ശുദ്ധികർമ്മങ്ങൾ നടക്കും. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കണിമംഗലത്ത് പണിത താൽക്കാലിക ബണ്ട് എന്ന് പൊളിക്കാനാകും എന്നതിൽ അനിശ്ചിതത്വം നീളുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.